ഹായ് എവ്രി വൺ, വെൽക്കം ടു ടെൽമീസ് ഡയറി. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒത്തിരി താങ്ക്സ്. ഇന്ന് നമുക്കൊരു ചൈനീസ് റെസിപ്പി ട്രൈ ചെയ്താലോ? ഇന്ന് ഞാനിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് ഡ്രാഗൺ ചിക്കൻ ആണ്. ഇത് വളരെ ഈസിയും സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. എന്നാൽ നമുക്ക് അതിൻ്റെ കുക്കിംഗ് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ തിരുമ്മി വെക്കാം. ഇതിനു വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിലോട്ടേക്ക് 1/4 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ നമുക്ക് ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുത്തത്. ചിലർ മുട്ടയുടെ വെള്ളം മാത്രം ആഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 2 മുട്ടയുടെ വെള്ളം എടുക്കുക. 1 ടേബിൾ സ്പൂൺ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ചില്ലി സോസ് ഇല്ലെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ചില്ലി സോസാണ് ബെസ്റ്റ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് ഇടുമ്പോൾ നമ്മൾ സൂക്ഷിച്ചിടണം, കാരണം സോയാ സോസിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കുക ആദ്യം ഉപ്പുണ്ടോ എന്ന്, എന്നിട്ട് മാത്രം ഉപ്പ് ആഡ് ചെയ്യുക. ഇതെല്ലാം കൂട്ടി നന്നായിട്ട് ഒന്ന് തിരുമ്മിയെടുക്കുക. ഇത് നമുക്ക് നന്നായി തിരുമ്മിയെടുത്തിട്ട് ഒരു 15-20 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ഫ്രൈങ് പാൻ സ്റ്റൗവിലോട്ട് വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് നമ്മൾ നേരത്തെ തിരുമ്മി വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. യൂഷ്വലി നമ്മൾ വെളിച്ചെണ്ണ ഈ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കില്ല. വേറെ എന്ത് ഓയിൽ വേണം നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ, അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആയി വരും. കാരണം നമ്മൾ അധികം കട്ടിയിലല്ലല്ലോ ഇത് അരിഞ്ഞ് വെച്ചേക്കുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റ് താഴെ മതി. ഇതെല്ലാം കോരി വേറൊരു പാത്രത്തിലോട്ട് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം, ഒന്നിച്ചിടരുത്. കാരണം കോൺഫ്ലോർ ആഡ് ചെയ്തേക്കണോണ്ട് ഇതല്ലെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചിക്കനും കൂടെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഡ്രാഗൺ ചിക്കന് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കാം. അതിനായിട്ട് 3 വറ്റൽമുളകും 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തിട്ടുള്ള കാഷ്നട്ടും കൂടെ മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. കാഷ്നട്ടിൻ്റെ കളറ് ബ്രൗൺ ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഒരു വലിയ സവാള തിന്നായി അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ ക്യാരറ്റും കൂടെ നീളത്തിൽ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയം ഫ്ലെയിം നമുക്ക് കൂട്ടി വയ്ക്കാം, ഹൈ ഫ്ലെയിമിലിട്ട് വയ്ക്കാം. ഇനി ഒരു 1/4 കപ്പ് ടൊമാറ്റോ സോസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ഷുഗർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഷുഗർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊറിയാൻഡറും സ്പ്രിംഗ് ഒനിയനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവ രണ്ടും ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് ഇത് പകർത്താം. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയൊക്കെ ഇത് വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. Thank you for watching. Thank you.